എപ്പോഴും ജാഗരൂകരായിരിക്കുന്ന ബുദ്ധിമാനായ ഒരു പക്ഷിയേത് എന്ന് ചോദിച്ചാൽ പറയാൻ പറ്റുന്ന ഒരു പേരാണ് കാക്ക. കോർവസ് ജനസിൽപ്പെടുന്ന കാക്ക ഒരു അപാര പക്ഷിയാണ്, ശരിയല്ലേ? കാക്കക്കൂട്ടിലൊന്ന് കല്ലെറിഞ്ഞു നോക്കിയാട്ടെ, പണി പാലും വെള്ളത്തിൽ എപ്പ കിട്ടിയെന്ന് ചോദിച്ചാൽ മതി. ക്രാ 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 എന്ന് അലച്ചു വിളിച്ച് അവർ വരും. തലയ്ക്കും കണ്ണിനും അവറ്റകളുടെ കൊത്തു കിട്ടിയാൽ പൊന്നീച്ചയെ ഫ്രീ ആയിട്ട് കാണാം. കാക്ക ഒരു സാധാരണ പക്ഷിയല്ല, അതുക്കും മേലെയാണ് എന്ന് പറയേണ്ടി വരും. കാക്കകളെക്കുറിച്ചുള്ള ചില രഹസ്യങ്ങൾ ഇവിടെ ചുരുൾ നിവരുകയാണ്. സാധാരണ പക്ഷികൾക്ക് കുറച്ച് അരിമണിയോ ആഹാരമോ വിതറിയിട്ട് കൊടുത്താൽ കണ്ണും പൂട്ടി മനുഷ്യരുടെ അടുത്ത് വന്ന് തീറ്റ തുടങ്ങും. എന്നാൽ കാക്കയോ എപ്പോഴും അവർ വിജിലന്റ് ആണ്, സംശയാലുവാണ്. ആരെയും അങ്ങനെ ഇങ്ങനെയൊന്നും അവർ വിശ്വസിക്കില്ല. ആഹാരം കൊത്തിപ്പറക്കുന്നതിൻ്റെ ഇടയിലും അവരുടെ CCTVയെ വെല്ലുന്ന കണ്ണ് ചുറ്റുപാടും പരതുന്നുണ്ടാവും. ഇതിനെയാണ് കാകദൃഷ്ടി അഥവാ കാക്കനോട്ടം എന്ന് വിളിക്കുന്നത്. മിക്കവാറും ആഹാരവും കുത്തിയെടുത്ത് സുരക്ഷിതമായ ഒരിടത്തേക്ക് അവർ പറക്കും. കൂട്ടുകാരെ വിളിച്ചു വരുത്തി ആഹാരം ഷെയർ ചെയ്യാനും അവർക്ക് മടിയില്ല. കാക്കകൾക്ക് മുന്നിൽ ആള് കളിക്കാൻ ഏതൊരുവനും ഒന്ന് പേടിക്കും. വേണ്ടി വന്നാൽ പരുന്തിനെയും കഴുകനെയും സിംഹത്തിനെയും ആനയെയും വരെ കൂട്ടം ചേർന്ന് കൊത്തിയോടിക്കാൻ കാക്കകൾക്കാവും. കാക്ക നമ്മൾ മനുഷ്യരെ പോലെ ഒരു സാമൂഹിക ജീവിയാണ്. ബ്രീഡേഴ്സ് എന്ന വിഭാഗത്തിൽപ്പെടുന്ന ഇണകളായ കാക്കകൾക്ക് പൊതുവെ ഒരു ടെറിട്ടറി ഉണ്ടായിരിക്കും. അവിടെ കയറി ആള് കളിക്കാൻ ഒരുത്തനെയും അവർ അനുവദിക്കാറില്ല. ജോഡികളായിട്ടാണ് അവർ ജീവിക്കുക. എന്നാൽ അധികം പ്രായമില്ലാത്ത ഇമ്മച്ചുറായ കാക്കകളും മെച്ചുറായ സിംഗിളായി തുടരാൻ ആഗ്രഹിക്കുന്ന കാക്കകളും സാമൂഹിക ജീവിതം ഇഷ്ടപ്പെടുന്നവരാണ്. അവരെ നോൺ ബ്രീഡേഴ്സ് എന്നാണ് വിളിക്കുന്നത്. ഇതുമൂലം കൂട്ടത്തോടെ ശത്രുക്കളെ പേടിക്കാതെ അവർക്ക് ആഹാരം സമ്പാദിക്കാനും ആർമാദിക്കാനുമാകും. പക്ഷേ അവർക്കിടയിലും കലഹങ്ങൾക്ക് ഒട്ടും തന്നെ പഞ്ഞമില്ല. കാക്കകളുടെ ഐക്കോണിക് വോയിസിനെ പറ്റി പറയേണ്ടതില്ലല്ലോ. എൻ്റെ ദൈവമേ, ഈ വീഡിയോ റെക്കോർഡ് ചെയ്യുന്നതിൻ്റെ ഇടയ്ക്ക് തന്നെ എത്ര വട്ടം കാക്കകൾ വന്ന് കരഞ്ഞെന്നോ. അതുകൊണ്ട് മാത്രം ഇവരെനിക്ക് അത്ര ഇഷ്ടമല്ല. കോമൺ റേവൻസ് അഥവാ കോർവസ് കോറാക്സ് എന്ന് വിളിക്കുന്ന ശരീരം മുഴുവൻ ഇരുണ്ട കറുപ്പ് നിറമുള്ള കാക്കകളും കോർവസ് സ്പ്ലെൻഡൻസ് എന്ന് ശാസ്ത്രീയ നാമമുള്ള ഒരൽപ്പം മെലിഞ്ഞ കഴുത്തിനു ചുറ്റിലും വയറിൻ്റെ ഭാഗത്തും ചാരനിറമുള്ള കാക്കകളും നമ്മുടെ നാട്ടിലുണ്ട്. കോർവസ് സ്പ്ലെൻഡൻസ് ആണ് കാവതി കാക്ക. ഇത് ഇന്ത്യൻ ഹൗസ് ക്രോ എന്ന പേരിലും അറിയപ്പെടുന്നു. കാക്കകളുടെ കുടുംബ പേര് കോർവിഡേ എന്നാണ്. കോർവിഡേ എന്ന ഈ കുടുംബത്തിൽ ജെയ്സ് എന്ന് വിളിക്കുന്ന തൊപ്പിക്കാരൻ പക്ഷികളും ക്രോസും റെയ്വൻസും എല്ലാം ഉൾപ്പെടും. ഇതാണ് കോർവിഡേ കുടുംബം. ഏകദേശം 117 സ്പീഷീസോളം പക്ഷികളുണ്ട് കോർവിഡേ കുടുംബത്തിൽ. അതിൽ ദേശായി കുടുംബത്തിലെ അർജുനെ പോലെ നമ്മുടെ ഈ കാക്കയും. ലോകത്ത് അന്റാർട്ടിക്ക ഒഴിച്ച് ബാക്കി എല്ലാ വൻകരകളിലും കോർവിഡേ കുടുംബക്കാരുണ്ട്. ഇതിൽ ക്രോസ് അഥവാ കാക്കകളുടെ കാര്യമെടുത്താൽ സൗത്ത് അമേരിക്ക, അന്റാർട്ടിക്ക, ഹവായ്, മൈക്രോനേഷ്യ, മെലനേഷ്യ എന്നിവിടങ്ങളിൽ ഒഴികെ ബാക്കി എല്ലായിടത്തും ഇവരുണ്ട്. കാക്ക കുളിച്ചാൽ കൊക്കാകുമോ എന്നുള്ള പഴഞ്ചൊല്ല് കേൾക്കാത്തവർ ആരുണ്ട്? പഴഞ്ചൊല്ല് മാത്രമല്ല, കാക്കകളെക്കുറിച്ചുള്ള കഥകളും കവിതകളും സിനിമാ പാട്ടുകളും എല്ലാമുണ്ട്. വളരെ കുറച്ചു മാത്രം വെള്ളമുള്ള ഭരണിയിൽ കല്ലുകൾ പെറുക്കിയിട്ട് വെള്ളം കുടിച്ച് ദാഹം തീർത്ത കാക്കയെയും അയ്യപ്പൻ്റെ അമ്മ ചുട്ട നെയ്യപ്പം കൊത്തിയെടുത്ത കാക്കയെയും ഇടയ്ക്കെങ്കിലും നമ്മൾ ഓർക്കാറുണ്ട്. മനുഷ്യരെ പോലെ ഉപകരണങ്ങൾ ഉപയോഗിക്കാനുള്ള മിടുക്ക് കാക്കകൾക്ക് ഉണ്ട്. ന്യൂ കാലിഡോണിയ എന്ന ദ്വീപ് രാഷ്ട്രത്തിൽ കണ്ടുവരുന്ന ഒരിനം കാക്കയാണ് കോർവസ് മൊണഡ്യുലോയിഡ്സ്. ന്യൂ കാലിഡോണിയൻ ക്രോസ് എന്ന് അറിയപ്പെടുന്ന ഈ കാക്കകൾ ഇരപിടിക്കുന്നത് ചില ഉപകരണങ്ങളുടെ സഹായത്തോടുകൂടിയാണ്. ചുള്ളിക്കമ്പുകൾ കൊണ്ട് മരത്തിൻ്റെ പൊത്തുകളിലും ദ്വാരങ്ങളിലും വിടവുകളിലും മറഞ്ഞിരിക്കുന്ന പുഴുക്കളെ കുത്തിയെടുത്ത് തിന്നാനുള്ള സാമർഥ്യം ഇവർക്കുണ്ട്. മലപ്പുറം കത്തിയും അമ്പും വില്ലും മെഷീൻ ഗണ്ണും ഒക്കെയായി വരുന്ന പവനായിയെ പോലെ വ്യത്യസ്ത തരത്തിലുള്ള ടൂളുകൾ ഇവരുടെ കയ്യിലുണ്ട്. ഏതിനം ടൂള് വേണമെന്ന് പറഞ്ഞാൽ മാത്രം മതി. മറ്റു പക്ഷികളെ അപേക്ഷിച്ച് ശരീരവലുപ്പത്തിന് ആനുപാതികമായി നോക്കിയാൽ വലിയ തലച്ചോറുള്ള പക്ഷികളാണ് കാക്കകൾ. കാക്കകൾക്ക് മനുഷ്യരുടെ മുഖങ്ങൾ വർഷങ്ങളോളം ഓർത്തുവെക്കാനുള്ള കഴിവുണ്ട്. ഒരൊറ്റ തവണ കണ്ടവരെയും അവർ ശടപടയെന്ന് തിരിച്ചറിയും. തന്നെ ഉപദ്രവിച്ച ഒരു വ്യക്തിയെയും സ്നേഹത്തോടെ സമീപിച്ച ഒരു വ്യക്തിയെയും കാണുമ്പോൾ കാക്കകളുടെ തലച്ചോറിന് വ്യക്തമായി തിരിച്ചറിയാൻ കഴിയുമത്രേ. ചിന്തിക്കാനും പുതിയ കാര്യങ്ങൾ പഠിക്കാനും പ്രശ്നങ്ങളെ തരണം ചെയ്യാനും ഒരു കാര്യം ഓർത്തെടുക്കാനും ഒരു കാര്യത്തിൽ ശ്രദ്ധ കേന്ദ്രീകരിക്കാനും സുഗമമായി ആശയവിനിമയം ചെയ്യാനുമെല്ലാമുള്ള കഴിവിനെയാണ് കൊഗ്നിറ്റീവ് സ്കിൽസ് എന്ന് വിളിക്കുക. മനുഷ്യരെ പോലെയും മറ്റു ചില മൃഗങ്ങളെപ്പോലെയും കാക്കകൾക്കും ഈ കഴിവുണ്ട്. ഏതൊരു സാഹചര്യത്തിലും പൊരുത്തപ്പെട്ടു പോകാനുള്ള അഡാപ്റ്റിവിറ്റി ഇവർക്കുണ്ട്. ഭാവിയെക്കുറിച്ച് അവരും വേവലാതിപ്പെടാറുണ്ടത്രേ. സാധാരണഗതിയിൽ ഒരു കാക്കയ്ക്ക് ഒരിണ മാത്രമേ ഉണ്ടാവാറുള്ളൂ. കാക്കകൾ അതുകൊണ്ട് മോണോഗ്യാമസ് ആണ് എന്ന് പറയാൻ കഴിയും. മനുഷ്യരുടെ സംസ്കാരങ്ങളിൽ കാക്കകൾക്ക് ഒരു പ്രധാനപ്പെട്ട സ്ഥാനം ഉണ്ട്. ചില ഐതിഹ്യങ്ങളിലും മതപരമായ ചിഹ്നങ്ങളിലും എല്ലാം കാക്കകളെ കാണാൻ സാധിക്കും. ഒഡിൻ എന്ന ജർമ്മൻ ദേവന്റെയും ഗ്രീക്ക് മിത്തോളജിയിൽ പരാമർശിക്കുന്ന അപ്പോളോ ദേവന്റെയും പ്രിയപ്പെട്ട പക്ഷിയാണ് റൈവൻ എന്ന് വിളിപ്പേരുള്ള കോർവസ് കോറാക്സ് എന്ന ഇനം കാക്കകൾ.
ഗ്രീക്ക് മിത്തോളജിയിൽ പരാമർശിക്കുന്ന ഒരു കഥയുണ്ട്. അതിങ്ങനെയാണ്: കാക്കകൾക്ക് ശരിക്കും വെളുപ്പ് നിറം ആയിരുന്നു അത്രേ. അപ്പോളോ ദേവന്റെ സന്ദേശവാഹകരായിരുന്നു അവർ. പക്ഷെ ഒരിക്കൽ അപ്പോളോ ദേവന്റെ കാമുകിയായിരുന്ന കൊറോണിസ് വഞ്ചകിയാണെന്ന വിവരം കാക്കകൾ അപ്പോളോ ദേവന് കൈമാറി. ഇത് കേട്ടതും ദേഷ്യമടക്കാനാവാതെ അപ്പോളോ ദേവൻ കാക്കകളെ കത്തിച്ചു കളഞ്ഞത്രേ. അതുകൊണ്ടാണ് ഇന്ന് കാണുന്ന കാക്കകൾക്കെല്ലാം കറുപ്പ് നിറമെന്ന് ഈ കഥ പറയുന്നു. കാക്കകളുടെ ഏറ്റവും പഴക്കമുള്ള ഒരു പെയിന്റിംഗ് ഫ്രാൻസിലെ ലാസോ ഗുഹകളിൽ കണ്ടെത്തുകയുണ്ടായി. BC 17,000-ലാണ് ഇത് വരച്ചതെന്ന് കരുതപ്പെടുന്നു. കാക്കകളോട് സാമ്യമുള്ള പക്ഷികളുടെ ചിത്രങ്ങൾ ആലേഖനം ചെയ്തിട്ടുള്ള പുരാതനമായ പാത്രങ്ങളും ആയുധങ്ങളും കല്ലുകളും എല്ലാം ഈജിപ്തിൽ നിന്നും ഗ്രീസിൽ നിന്നും ഇറ്റലിയിൽ നിന്നുമെല്ലാമായി കണ്ടെടുക്കപ്പെട്ടിട്ടുണ്ട്. ബൈബിളിലെ പഴയ നിയമത്തിൽ ഉൾപ്പെടെ കാക്കകളെക്കുറിച്ചുള്ള എഴുത്തുകൾ കാണാം. ഇപ്പോഴും കാക്കകൾ ഒരു ചിന്താ വിഷയമാണ്. ഹിന്ദുമതത്തിൽ മരണാനന്തര ചടങ്ങുകളുടെ ഭാഗമായും മരിച്ചുപോയവരെ ഓർമ്മിക്കുന്നതിന്റെ ഭാഗമായും ബലിയിടുന്ന പതിവുണ്ട്. അതിൽ കാക്കകൾക്ക് വളരെ പ്രധാനപ്പെട്ട ഒരു സ്ഥാനമാണ് ഉള്ളത്. 17-ാം നൂറ്റാണ്ടിൽ യൂറോപ്പിലാകെ പടർന്നു പിടിച്ച ബ്ലാക്ക് ഡെത്ത് അഥവാ കറുത്ത മരണം എന്ന് വിളിപ്പേരുള്ള പ്ലേഗ് നിരവധി ജീവനുകളാണ് എടുത്തത്. അക്കാലങ്ങളിൽ അവിടുത്തെ ഡോക്ടർമാർ അണിഞ്ഞിരുന്ന ഒരു മാസ്കിന് കാക്കയെ ഓർമ്മിപ്പിക്കുന്ന രൂപമായിരുന്നു. ഇതൊക്കെ കൊണ്ടാവണം യൂറോപ്പിൽ ചിലയിടങ്ങളിൽ കാക്കകളെയും അവരുടെ കരച്ചിലിനെയും തൂവലുകളെയും മരണത്തിന്റെ പ്രതീകങ്ങളായി കരുതിപ്പോരുന്നത്. പഠനങ്ങൾ അനുസരിച്ച് കാക്ക കുടുംബം ജന്മമെടുത്തത് 23 മുതൽ 16 മില്യൺ വർഷങ്ങൾക്ക് മുൻപുള്ള മിയോസീൻ കാലഘട്ടത്തിൽ പാലിയാർട്ടിക് എന്ന പ്രദേശത്ത് ആയിരുന്നു. യൂറോപ്പ്, ഏഷ്യ, നോർത്ത് ആഫ്രിക്ക എന്നിവിടങ്ങളിലായി പരന്നു കിടന്നിരുന്ന ഭൂവിഭാഗമായിരുന്നു പാലിയാർട്ടിക്. US ദ്വീപ് രാജ്യമായ ഹവായിൽ പണ്ടുണ്ടായിരുന്ന ഒരു കാക്കയാണ് ഹവായൻ ക്രോ. കോർവസ് ഹവായൻസിസ് അഥവാ അലാല എന്ന് ഇത് അറിയപ്പെട്ടു. നിർഭാഗ്യവശാൽ അതിന് വംശനാശം സംഭവിക്കുകയാണ് ഉണ്ടായത്. സൗത്ത് അമേരിക്കയിലും മൈക്രോനീസിയ, മെലനീസിയ എന്നിവിടങ്ങളിലും കാക്കകളെ കണ്ടുവരാറില്ല എന്ന് മുൻപ് പറഞ്ഞല്ലോ. എന്നാൽ ചില ഇനങ്ങളിൽപ്പെട്ട കാക്കകളെ അവിടെ കണ്ടിട്ടുള്ളതായി റിപ്പോർട്ടുകൾ ഉണ്ട്. കാക്ക കുളിച്ചാൽ കൊക്കാകുമോ എന്ന പഴഞ്ചൊല്ല് ഒന്നുകൂടി പരിശോധിക്കേണ്ടിയിരിക്കുന്നു. പൂർണ്ണമായും വെളുത്ത നിറമുള്ള ആൽബിനോ കാക്കകൾ ലോകത്തുണ്ട്. ശരീരത്തിന്റെ പകുതിയിലധികം ചാരനിറമുള്ള കാക്കകളാണ് ഹുഡഡ് ക്രോസ്. ഭക്ഷണാവശിഷ്ടങ്ങളും പഴകിയ മാംസവും അങ്ങനെ കണ്ണിൽ കാണുന്നതെല്ലാം ഭക്ഷിക്കുന്ന ഒരു ഓംനിവോറസായ പക്ഷിയാണ് കാക്ക. ഇവരെ സ്കാവഞ്ചേഴ്സ് എന്നും വിളിക്കുന്നു. ഇതുകൊണ്ടൊക്കെ തന്നെ കാക്കകൾക്ക് വളരെ നല്ല രോഗപ്രതിരോധ ശക്തി ഉണ്ട്.